നമ്മളിന്നിവിടെ ഒരു ഫാമിലാണ് വന്നേക്കുന്നത്. ഇവിടെ കുറച്ച് ആട്ടുംകുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ കുറച്ച് കൃഷി സ്ഥലവും അതുപോലെ കോഴി വളർത്തലും അങ്ങനെ പല കൃഷികളുണ്ട്. നമുക്കതിൻ്റെ കുറച്ച് ഏരിയ മാത്രം ഇന്ന് വീഡിയോ എടുക്കാം. ഇതിനകത്ത് ഒട്ടകം അതുപോലെ തന്നെ മാനും ഒക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് ഈ ആട് ഫാമും അതുപോലെ തന്നെ കുറച്ച് കൃഷി സ്ഥലങ്ങളും എല്ലാം കൂടെ ഒന്ന് വീഡിയോ എടുക്കാവേ. ഇതേത് വെറൈറ്റിപ്പെട്ട ആടാണെന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. പിന്നെ തീറ്റ കൊടുക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേകതരം കൂടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ കൂടുണ്ടാക്കുമല്ല. ഇപ്പോൾ ചുറ്റിനും മതിൽ കെട്ടിയിട്ട് മതിലിനുള്ളിൽ അഴിച്ചു വിട്ടാവളം. അത് ചെറിയ ടൈപ്പ് ഇതുപോലത്തെ ആടുകളുണ്ട്. പിന്നെ വലിയ എനിക്ക് തോന്നുന്ന 100-150 കിലോ വരുന്ന വലിയ വെയിറ്റുള്ള ആടുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ശരിക്കും ഞാനിവിടെ നിൽക്കുന്ന ഹിന്ദിക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അതായത് ഇവിടുത്തെ ഈ അർബാബിന്, അതായത് ഈ ഒരു ഷെയ്ക്ക് അവരുടെ ഫാമിലിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വളർത്തുന്ന മൃഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കൃഷി സ്ഥലത്തുള്ള സാധനങ്ങൾ മുഴുവൻ അവർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇത് വെളിയിലോട്ട് ഇവർ സെയിൽ ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കി ഫാമിലെ കാഴ്ചകളിലോട്ട് പോകാം. എവിടെയാണ് സ്ഥലമുള്ളത്? നമ്മളിപ്പോൾ ഒരു ഫാമിനകത്താണ് വന്നേക്കുന്നത്. ഇത് വേറൊരു ഫാമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ല. ഇവിടെ ഇത് കണ്ടോ, ഈ പുതിനയിലയും മല്ലിയിലയൊക്കെ നട്ടേക്കുന്നുണ്ട്, മാവും തയ്യ്. ഇതെല്ലാം ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഇവർ കൃഷി ചെയ്യുന്ന കേട്ടോ, വെളി വിൽക്കാൻ വേണ്ടിയൊന്നുമല്ല. അതുകൊണ്ടോ ഇഷ്ടംപോലെ തക്കാളിക്ക് കിടക്കുന്നുണ്ടോ, ചുമ്മാ പഴുത്തൊക്കെ പോവാണ്. ഇവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കും, ബാക്കി ഇങ്ങനെ പോകും. ഇതുപോലെ ഉണ്ടോ പച്ചമുളകൊക്കെ എന്തോരം നിൽക്കുന്നതെന്ന് നോക്കി. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സുകളുണ്ട്. ഇത് ഇവർ കൂടുതലും ബീഫൊക്കെ ഉണ്ടാക്കുന്ന കൂടെ. ഇത് വഴുതന, ഇതിന് വേറെന്തോ ഒരു പേര് പറയാം, കത്തിരിക്ക. ഓക്കെ, ഈ സാധനം ഇവർ കൂടുതലായിട്ട് ബീഫിനകത്തൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ. ഈ ബീഫൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് ചേർക്കുന്ന സാധനമാണ്. കരിയാപ്പല നിൽക്കുന്നതുണ്ടോ, ഉള്ളി നട്ടേക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ നാരങ്ങ കണ്ടോ, ഇഷ്ടം പോലെ നാരങ്ങ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇത് അതുപോലത്തെ തന്നെ സാധനം കേട്ടോ. ഇതുണ്ടോ, ഇഷ്ടം പോലെയുണ്ട്. ഇത് ഇവിടെ കുറേ അടുത്ത് ഇതുപോലത്തെ കൃഷിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഉണ്ട്, ഇതിനകത്തൂടെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നട്ടിട്ടുണ്ട്. ഇത് മറ്റേ നമ്മളന്ന് കണ്ട ആപ്പിള് വെറൈറ്റിയിലുള്ള സാധനമാണ്. ഇതെല്ലാം നാരകമാണ്. ഇതുണ്ട്, ഇതിനകത്ത് ഈ ആപ്പിൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതിവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും ഇതിൻ്റെ കൃഷിയുണ്ട്. കണ്ടോ, നിൽക്കുന്നുണ്ടോ, എന്തോരെയാണെന്ന് നോക്കി. ഒരുപാടുണ്ട്. ഇതിങ്ങനെ വ്യാപകമായിട്ട് കൃഷിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇത് ചുമ്മാ ഒരു രസം, ഇവർ മാക്സിമം കഴിക്കും, ബാക്കി കളയും, അങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് നല്ല പഴമുള്ളതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ സമയത്ത് നല്ല വേനൽ സമയത്തൊക്കെ അത്യാവശ്യം നല്ല മധുരമായി ഇതിനെ. ഇവിടെയൊക്കെ ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട് ഒത്തിരി. പിന്നെ ഇവിടെ ഇതുപോലെ മനയുണ്ട്, ഇതുപോലെ പ്രാവൊക്കെ ഉണ്ട് കണ്ടോ ഈ കൂടിനകത്ത്. ഇവിടെ കണ്ടോ പ്രാവും കൂടെ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. ഇഷ്ടം പോലെ പ്രാവുകളുണ്ട്, പ്രാവും കൂട്. ഇതിങ്ങനെ ഒരു ഫാമാണ് കേട്ടോ. ഇത് ചുമ്മാ ഇവർ ഈ അറബികളൊക്കെ വന്ന് താമസിക്കാനായിട്ടുള്ള അവരുടെ ഒരു ഫാമാണിത്. ഓക്കെ, ഇപ്പം മറ്റ് നല്ല എപ്പിസോഡായിട്ട് കാണാം കേട്ടോ. നിൽക്കുന്നത് ഇത് കായ്ച്ച തുടങ്ങിയതേ ഉള്ളൂ. അടഞ്ഞ് കായ കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ അല്ല, ഇഷ്ടം പോലെ കായ ഉണ്ടാവും ഇതിൽ. ഉണ്ടോ.